ഒരുപക്ഷെ ബിന്ദു നല്ല സുന്ദരിയായിരുന്നെങ്കിൽ പി ശശി പരാതി തുറന്നു നോക്കുമായിരുന്നു അല്ലേ? അപ്പോൾ താങ്കൾ പി ശശിയെ പറ്റി ശരിക്കും പഠിച്ചു വെച്ചിട്ടുണ്ടല്ലേ? അതായത് പി ശശി എന്ന് പറയുന്ന കാമഭ്രാന്തൻ, ഒരു പെണ്ണിൻ്റെ ഒരു സാരിത്തുമ്പ് കണ്ടാൽ മതി അവിടെ കമിഴ്ന്നടിച്ച് വീഴുന്ന ഒരാളാണ്. അതിന് വെറുതെ പറയുന്നതല്ല. പി ശശിയുടെ ബ്ലൂ ഫിലിം കാസറ്റുകൾ എൻ്റെ കൈവശം ഉണ്ടായിരുന്നു. എവിടുന്ന അടുത്തറിയാമോ? സാക്ഷാൽ കെ നായനാർ മുഖ്യമന്ത്രിയായപ്പോൾ ഈ പി ശശി തന്നെയായിരുന്നു പൊളിറ്റിക്കൽ സെക്രട്ടറി, പോലീസിനെ നിയന്ത്രിച്ചിരുന്ന സെക്രട്ടറി. അന്ന് അദ്ദേഹം പല വനിതാ പോലീസ് ഓഫീസർമാരുമായിട്ടും അതേപോലെ വനിതാ നേതാക്കന്മാരുമായിട്ടും മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് ഉപയോഗിച്ച് അവിടെ നിന്നുകൊണ്ട് വ്യഭിചാരിച്ചതിൻ്റെ കൃത്യമായ വീഡിയോകളായിരുന്നു എൻ്റെ കൈവശം ഉണ്ടായിരുന്നത്. ഇതിന് കാരണം, ഞാൻ അദ്ദേഹത്തിൻ്റെ പിന്നാലെ പോകാനുണ്ടായ കാരണം, ഐസ്ക്രീം പാർലർ പെൺവാണിഭത്തിലെ പിണറായി വിജയൻ കുഞ്ഞാലിക്കുട്ടി മുഖ്യപ്രതിയാണെന്ന് കാണിക്കുന്ന സുപ്രധാന രേഖ പൂഴ്ത്തി വെച്ച് കുഞ്ഞാലിക്കുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്ത് 1 കോടി രൂപ വാങ്ങിയതിൻ്റെ തെളിവുകൾ എൻ്റെ കൈവശം കിട്ടുകയും ഈ കല്ലട സുമാൻ റിപ്പോർട്ടിൻ്റെ കോപ്പികൾ ഇന്ത്യയിൽ കിട്ടുകയും ചെയ്തോടുകൂടിയിട്ടാണ് ഞാൻ പി ശശിയെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ രഹസ്യ ക്യാമറകൾ ഓഫീസിലെ മറ്റൊരു പ്രൈവറ്റ് സെക്രട്ടറി കൊടുത്ത് അദ്ദേഹത്തിൻ്റെ ഈ രഹസ്യ സംഭവങ്ങൾ പകർത്തിയത്. അപ്പം ആരാണ് പി ശശി എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കുന്നത് അറിയും. കെ നായരുടെ മകൻ കൃഷ്ണകുമാറിനെ കൃഷ്ണവേണി എന്നുള്ള പേരിൽ അതേ ആകൃതിയുള്ള ഒരാളെ ഉൾപ്പെടുത്തി ഇത് കൃഷ്ണകുമാറാണ് പ്രതി, അതുകൊണ്ട് മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞിട്ട് കെ നായരെ മൂലക്കെത്തിയിട്ടാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് വ്യഭിചാര കേന്ദ്രമാക്കിയത്. ആ പി ശശി പിന്നീട് ഞാൻ ഈ വാർത്തകളൊക്കെ അന്ന് കൊണ്ടുവന്നത് ലോക മാഫിയ കേന്ദ്രമായി മാറുകയാണ് മുഖ്യമന്ത്രിൻ്റെ ഓഫീസ് എന്ന് പറയുന്ന സംഭവം ഞാനന്ന് പുറത്ത് കൊണ്ടുവന്നു. എന്നെ കള്ളക്കേസിൽ കുടിക്ക് അറസ്റ്റ് ചെയ്തപ്പോൾ ഈ വീഡിയോസ് അന്ന് കാസറ്റ് കംപ്ലീറ്റ് പോലീസ് കടത്തിക്കൊണ്ടുപോയി. അപ്പം അതെല്ലാം എനിക്ക് തിരിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ലെറ്റർ കൊടുത്തു DGPക്ക്. അത് ഞാൻ കോഴിക്കോട് പി ശശിക്കെതിരെ ശോഭന ജോർജിനെതിരെ അടക്കം കേസ് കൊടുത്തപ്പോൾ അതിൽ ഞാൻ കൃത്യമായി മൊഴിയായി പറഞ്ഞിട്ടുള്ളതാണ്, രേഖയായി പറഞ്ഞിട്ടുള്ള കാര്യം എൻ്റെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ് തന്നെ ഇതുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നഷ്ടപരിഹാരം തരണം, എൻ്റെ ഓഫീസുണ്ടായിരുന്ന രേഖകൾ കടത്തിക്കൊണ്ടുപോയി നഷ്ടപരിഹാരം തരണം എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ആഭാസനായ മാഫിയ തലവനായ പി ശശി എങ്ങനെയാണ് ഇപ്പോൾ തിരിച്ചു വന്നത്? അദ്ദേഹം കണ്ണൂരിൽ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ അവിടെ ഒരു MLAയുടെ മകളെ, തളിപ്പറമ്പ് MLAയുടെ മകളെ കയറിപ്പിടിച്ചതിന്, അതേപോലെ ഹോസ്ദുർഗിൽ ഒരു DYFI നേതാവിൻ്റെ ഭാര്യയെ ഒരു റിസോർട്ടിൽ കിടന്ന് വ്യഭിചരിച്ചതിനുമാണ് അദ്ദേഹത്തെ പാർട്ടി പിടിച്ച് പുറത്താക്കിയത്. പാർട്ടി കമ്മീഷൻ റിപ്പോർട്ടാണ്, വൈ കമ്മീഷനും വിജയരാഘവൻ റിപ്പോർട്ടുള്ള ആൾക്കാർ. അങ്ങനെയുള്ള പി ശശി അതൊന്നും ചാലഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഏറ്റവും വളഞ്ഞ വഴി കൂടെ അദ്ദേഹത്തിൻ്റെ അതൊക്കെ അദ്ദേഹം പരിശുദ്ധനാണ് വരുത്തിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തെ വീണ്ടും അവിടെ തന്നെ സെക്രട്ടറി. എന്തിനാണ്? പിണറായി വിജയൻ്റെ സകല രഹസ്യങ്ങളും ആർക്കറിയാം? പി ശശിക്ക് അറിയാം. അപ്പോൾ പി ശശി സംരക്ഷിച്ച് നിർത്തേണ്ടവനാണ്. സംരക്ഷിച്ച് നിർത്തിയില്ലെങ്കിൽ ഇതൊക്കെ അപകടമാകുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് പി ശശിയെ കൊണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറിയാക്കി മാറ്റിയത്. അല്ലെങ്കിൽ പാർട്ടിയിൽ അങ്ങനെ ആരെങ്കിലും നിർത്തുമോ? ഒരിക്കലും നിർത്തില്ല. എന്നാൽ പി ശശി നിർത്തിയിരിക്കും. പിണറായി വിജയൻ അങ്ങോട്ട് അനങ്ങില്ല. അത്രയും പേടിയാണ് പിണറായി വിജയനെ പി ശശിയെ. ആ പി ശശീൻ്റെ അടുത്ത് ഒരു ലേഡി കറുത്ത വേഷം ഇതായിപ്പോയി, കാണാൻ അത്ര ഭംഗിയില്ല. അല്ലായിരുന്നെങ്കിൽ പി ശശി വിളിച്ചു വരുത്തി ചായ വരുത്തിച്ചോ ഹോർലിക്സോ ബൂസ്റ്റോ എന്താ വേണ്ട വരുത്തിച്ച് അവരെ സോപ്പിട്ട് നിങ്ങളെ പരാതിക്ക് ഇമ്മീഡിയറ്റ് ആക്ഷൻ ഉണ്ടാക്കുമായിരുന്നു. പക്ഷെ ഇത് അങ്ങനെയല്ലല്ലോ. ഒരു ദളിത് സ്ത്രീയായിപ്പോയി, ഒരു കാണാൻ കറുപ്പ് ഇതായിപ്പോയി, അത്ര ഭംഗിയില്ല. അപ്പം അവർക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റുമോ? അവിടെ അപമാനിച്ച് അവരെ ഹറാസ് ചെയ്തുകൊണ്ട് വലിച്ചെറിഞ്ഞു എന്നാണ് പറയുന്നത് പരാതി. എന്തിനാണ് അവരെ അറസ്റ്റ് ചെയ്തത്? ഈ മാലമോഷണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ സ്ത്രീയാണ് എടുത്തതെന്നുള്ള സംശയത്തിനെ തുടർന്ന് പോലീസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് സ്റ്റേഷനിൽ കൊണ്ടുപോകുന്നു. ഇവരുടെ കയ്യിലില്ല എന്ന് ഇവർ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ഏകദേശം കുറേയധികം മണിക്കൂറുകളാണ് നരനായാട്ടിന് ഇവർ വിധേയമായത്. അതായത് വെള്ളം പോലും നേരാമണ്ണം കൊടുക്കാതെ, ഭക്ഷണം പോലും കൊടുക്കാത്ത വിധത്തിൽ കക്കൂസിലെ വെള്ളം എടുത്ത് കുടിച്ചോളാനാണ് അവിടുത്തെ പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏത് അപരിഷ്കൃത യുഗമാണിത്? അത്രയും മോശപ്പെട്ട രൂപത്തിലേക്ക് പോലീസ് സ്റ്റേഷൻ ഇവിടെ അത്തപ്പതിച്ചിരിക്കുന്നു എന്നുള്ള അർത്ഥം. അവസാനം മോളെ കിട്ടിയില്ലേ വീട്ടിൽ നിന്ന്? അതായത് ആരാണോ പരാതി കൊടുത്ത് അവരെ വീട്ടിൽ നിന്ന് കിട്ടിയില്ലേ? ഈ സ്ത്രീയെ അപമാനിച്ചവരൊക്കെ ദളിത് സ്ത്രീയാണ്, SC ST. അത് മാത്രമല്ല പി ശശിയും കൂടെ പ്രതിയാണ്.
പി ശശി ഈ ദളിത് സ്ത്രീയോട് വളരെ മോശമായിട്ട് ഹറാസ് ചെയ്യുന്ന രൂപത്തിലാണ് പെരുമാറിയിട്ടുള്ളത്. അദ്ദേഹം SST അട്രോസിറ്റി ആക്ട് പ്രകാരം പ്രതിയാണ്. അദ്ദേഹമാണ് മുഖ്യപ്രതി. കാരണം പോലീസിന് നീതി കിട്ടാത്തവൾ പി ശശീൻ്റെ അടുത്തെടുത്തപ്പോൾ അത് വലിച്ചെറിഞ്ഞു എന്ന് പറയുമ്പോൾ അദ്ദേഹവും ഹറാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു SST യുവതിയെ എല്ലാ തരത്തിലും SST അട്രോസിറ്റി ആക്ട് പ്രകാരം വരുന്ന വകുപ്പുകൾ പ്രകാരം തീർച്ചയായും വരും പ്രതികളാണ്. അവരെ പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട, അവിടെ കേസ് എടുക്കേണ്ടതാണ്. പി ശശി തുറന്നു പോലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പോയിട്ട് ഈ പരാതി കൊടുക്കുമ്പം പി ശശി അത് തുറന്നു പോലും നോക്കിയില്ല എന്നാണ് പറയുന്നത്. അല്ല, നോക്കിയില്ല എന്ന് മേശപ്പത്തെ വലിച്ചെറിഞ്ഞ് ആക്ഷേപിച്ചു കഴിഞ്ഞാൽ, ഹറാസ് ചെയ്ത് കഴിഞ്ഞാൽ SST അട്രോസിറ്റി ആക്ട് പ്രകാരം കുറ്റക്കാരനാണ്. മിനിമം 10 വർഷം ജയിലിൽ കിടക്കണം. അപ്പോൾ ഇദ്ദേഹം അല്ലെങ്കിൽ എന്നോ ജയിലിൽ കിടക്കേണ്ട ഒരു ക്രിമിനലാണ്, മാഫിയ തലവനാണ്. അതുകൊണ്ടാണ് പിണറായി വിജയൻ കൂടെ കൊണ്ടുനടക്കുന്നത്. അങ്ങനെയുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അത്രയും ഹറാസ് ചെയ്തുള്ള ഈ പി ശശിയെയും ഈ പോലീസ് ഓഫീസറെ ആക്കുന്നതോടൊപ്പം തന്നെ പി ശശിയെയും അറസ്റ്റ് ചെയ്യേണ്ടതാണ്. പി ശശി എന്ന് പറഞ്ഞാൽ പക്കാ ക്രിമിനലും പെൺപിടിയനും തട്ടിപ്പ് വീരനുമാണ്, മാഫിയ തലവനുമാണ്. അങ്ങനെ ഒരാൾ ഓഫീസിൽ ചെന്ന് അങ്ങനെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹം സുന്ദരിയല്ലാത്തത് കൊണ്ട് പരിഗണിക്കുകയില്ല. കാരണം കാണാൻ ഭംഗിയും സുന്ദരികളാണെങ്കിൽ അതിന് വേണ്ട എന്ത് വേണം ചെയ്തു കൊടുക്കും. പിന്നെ വേറൊന്നും വേണ്ട, ഒരു പെണ്ണിന് കിട്ടിക്കഴിഞ്ഞാൽ പി ശശിയെ ആഘോഷിക്കും, എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കും. പി ശശിക്ക് അത് മാത്രം മതി, ഏത് ഭരണത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമായിരുന്നു. അതും ഒരു സാധാരണ ഒരു മാല പോയതിൻ്റെ പേരിലാണ് ഈ രീതിയിലുള്ള. അല്ല, മാല പോയതിന് ശരിയായ വിധത്തിൽ അന്വേഷണം നടത്താതെയാണ് പോലീസ് ഒരു പരാതി കിട്ടിയപാടനെ എടുത്തു ചാടി ഒരുവരെ രാത്രി 20 മണിക്കൂർ ആ സ്റ്റേഷനിലിട്ട് പീഡിപ്പിച്ച രീതിയാണ് ഭീകരം. 2 പേർ, ഒരു വനിതാ പോലീസ് ഓഫീസറും ഒരു അവിടുത്തെ SIയുമാണ് ഭീകരമായ രൂപത്തിൽ പീഡിപ്പിച്ചത് ഈ യുവതിയെ. പിണറായി വിജയൻ്റെ ഭരണകാലത്തിൽ ഇതൊക്കെ ഉണ്ടാവും. അതായത് ഇവരെ കൊണ്ട് താനാണ് കുറ്റക്കാരി എന്ന് മനഃപൂർവ്വം പറയിപ്പിക്കാനുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്ത്. മാത്രമല്ല, തുടരും എന്നുള്ള സിനിമയിൽ പറയുന്ന പോലെ കുടുംബത്തെയും പ്രതികളാക്കി അകത്താക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തിയത്. തുടരും എന്നുള്ള സിനിമ അതാണല്ലോ. ഭാര്യയെയും മകളെയും പ്രതിയാക്കാൻ വേണ്ടി നടത്തിയ ആ വേട്ടയാണല്ലോ ആ സിനിമയുടെ ഒരു നമ്മളെ മനസ്സിനുള്ളിൽ കയറി പോകുന്നത്. മോഹൻലാലിനെ പ്രതിയാക്കുന്നതോടൊപ്പം തന്നെ ഭാര്യയെയും മകളെയും പ്രതിയാക്കും എന്ന് പറഞ്ഞ സിനിമ എടുത്തുള്ള ഈ പിണറായി വിജയൻ്റെ ഭരണകാലത്തെ പോലീസിൻ്റെ ഈ വേട്ടകൾ കൃത്യമായി പഠിച്ചിട്ടുള്ള ഒരു എഴുത്തുകാരനായതുകൊണ്ട്, സ്ക്രിപ്റ്റ് റൈറ്റർ ആയതുകൊണ്ട് ആണ് അത് കൃത്യമായി പറയാൻ കഴിഞ്ഞത്. ഈ ഭരണകാലത്ത് അതാണ് നടക്കുന്നത്. എവിടെ നോക്കിയാലും പോലീസ് സംവിധാനം എന്ന് പറയുന്നത് ഒരു ഗുണ്ടാ മാഫിയയുടെ കീഴിലാണ്. അതാത് പ്രദേശത്ത് പിണറായി വിജയൻ്റെ ഒരു കിങ്കരൻ അവിടെ ഉണ്ടാവും പാർട്ടിയുടെ. അദ്ദേഹമാണ് അവിടുത്തെ ഗുണ്ടകളെല്ലാം ഒരു ഗുണ്ടാ മാഫിയ സംഘത്തിൽ നയിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഒരു കോൺസ്റ്റബിൾ ഉണ്ടാവും. അദ്ദേഹത്തെ കണ്ട് SIയും CAയും DYSPയും SPയും DGP വരെ സല്യൂട്ട് അടിക്കണം. കാരണം ഈ പോലീസുകാരന് നേരെ പിണറായി വിജയനെ നേരിട്ട് ബന്ധമുണ്ട്. ഈ സ്റ്റേഷനിൽ നടക്കുന്ന സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവരാണ്. പിണറായി വിജയൻ അവിടുന്ന് പറയും, ഇദ്ദേഹം പറയും, അത് SIയും CAയും DYSP ഒക്കെ അനുസരിച്ചോളണം. ഇതാണ് കേരളത്തിലെ സ്ഥിതി. ഈ ഗുണ്ടാ മാഫിയ ഭരിക്കുന്ന കേരളത്തിൽ ഇതല്ലാതെ വേറെ എന്താണ് നടക്കാൻ പോകുന്നത്? കള്ളക്കേസ് എടുക്കുക, കള്ളക്കേസിൽ കൊടുക്കുക, എന്നിട്ട് കേസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അങ്ങനെ അർദ്ധരാത്രി, പിന്നെ അതിനെപ്പറ്റി അന്വേഷിക്കൽ, പരാതി കിട്ടിക്കഴിഞ്ഞാൽ നേരെ അർദ്ധരാത്രിയൊക്കെ കൊണ്ടുപോയിട്ട് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. നോൺ ബെയിലബിളായ വകുപ്പ് ഉപയോഗിച്ചിട്ട് എന്നെ അറസ്റ്റ് ചെയ്താണല്ലോ. എൻ്റെ കാര്യത്തിൽ എന്നോടൊരു ചോദ്യം പോലും ചോദിക്കാതെയല്ലേ നേരെ കൊണ്ടുപോയിട്ട് അർദ്ധരാത്രി 12 മണിക്ക് മജിസ്ട്രേറ്റിന് മുമ്പാകെ ഹാജരാക്കുക. എന്നെ രാവിലെ 7 മണിക്ക് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതാണ്. എന്നിട്ട് എനിക്ക് ആ ഒരു അവസരം പോലും, അഡ്വക്കേറ്റ് പോലും ഇല്ലാതെ ഞാൻ രാത്രി അഡ്വക്കേറ്റിനെ പോലും അറിയിച്ചില്ല. രാത്രി 11 മണിക്ക് 12 മണിക്ക് ജഡ്ജ് ചോദിക്കുകയാണ്, എനിക്ക് ജാമ്യം തരണമെന്നുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, ഇത് കള്ളക്കേസാണെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ ജാമ്യക്കാരുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തരാമായിരുന്നു എന്ന് പറയുകയാണ്. അപ്പം നിസ്സഹായരാണ് അവിടെയും. അപ്പം അങ്ങനെ ഞാൻ ജയിലിൽ പോയി 34 ദിവസം എനിക്ക് കിടക്കേണ്ടി വന്ന ഇതേപോലെ തന്നെയാണ്. ഇവർ ഭാഗ്യത്തിന് ആ മാല കിട്ടിയതുകൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിലോ ഇവരെ ചവിട്ടിക്കൂട്ടി ജയിലിലകത്താക്കുമായിരുന്നു. ഇവർക്കൊരു പ്രതിയാണ് വേണ്ടത്. അപ്പം ഇതിൽ വാദി പ്രതിയാകും. പി ശശിയും അറസ്റ്റിലാക്കണം. അവർ ശരിക്കും കോടതിയിൽ പോയി കഴിഞ്ഞാൽ, നേരത്തെ കോടതി പോകാനല്ലേ പറഞ്ഞത്, പി ശശിയും കൂടി പ്രതിയാക്കി കഴിഞ്ഞാൽ പി ശശിയും അറസ്റ്റിലാകും. ഏത് വകുപ്പിൽ? കൃത്യമായി നിൽക്കുന്ന വകുപ്പാണ്.
തീർച്ചയായിട്ടും SC/ST അട്രോസിറ്റി ആക്ട് പ്രകാരം അദ്ദേഹം അറസ്റ്റിലാകുന്നൊരു കേസാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥനും വേറെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥയും ഈ സ്ത്രീയെ ഹറാസ് ചെയ്തതിന്, മോശമായി പെരുമാറിയതിന് ഈ SC/ST അട്രോസിറ്റി നിയമപ്രകാരം അറസ്റ്റിലാകേണ്ടതാണ്. നിർബന്ധമായിട്ട് ആ സ്ത്രീ മുന്നോട്ട് വരണം. ക്രൈം എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുക്കും കൂടി പ്രത്യേകം അറിയിക്കും. കേരളത്തിൽ ഈ സംഭവങ്ങൾ തുടരും, അത് തുടർന്നുകൊണ്ടേയിരിക്കും. പിണറായി വിജയനാണെങ്കിൽ P ശശിയാണെങ്കിൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. കാരണം കേരളത്തിലെ ഏറ്റവും അധികം മയക്കുമരുന്ന് മാഫിയയുടെ ഹെഡ് ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ ഇത്തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരില്ലേ, നാറിയ പോലീസ് ഉദ്യോഗസ്ഥർ, നല്ല പോലീസ് ഉദ്യോഗസ്ഥർക്ക് മുഴുവൻ പേര് ദോഷം ഉണ്ടാക്കുന്ന നാറിയ പോലീസ് ഉദ്യോഗസ്ഥർ, അവരുടെ കരണം നോക്കിയിട്ട് ഈ തുടരുമെന്ന് പറയുന്ന സിനിമയിലെ നായകൻ അടിക്കുമ്പം പ്രേക്ഷകർ എഴുന്നേറ്റ് നിന്ന് കൈയടിക്കുന്നുണ്ട്. അത് ഇത്ര അനുഭവങ്ങളാണ് നാട്ടിലുള്ള സകല ആളുകൾക്കും. കാരണം കേരളത്തിലെ പിണറായി വിജയൻ്റെ ഭരണത്തിൽ P ശശിയുടെ പോലീസിനെ നിയന്ത്രിക്കുന്ന കാര്യത്തിൽ അവർ നടത്തുന്നത് ഇതാണ്. നിരപരാധികളെ പ്രതികളാക്കി കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുക. എന്നിട്ട് അതിന് ഇവിടെ കൂട്ടു നിൽക്കാത്ത നല്ലവരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എല്ലാത്തിനും ഹറാസ് ചെയ്യുക. ഇതാണ് കേരളത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പേരൂർക്കടയിൽ ഒരു പാവപ്പെട്ട ദളിത് സ്ത്രീയെ ഈ വിധത്തിൽ ഹറാസ് ചെയ്ത് കക്കൂസ് വെള്ളം കുടിക്കാൻ പോലും നിർബന്ധിച്ച് വെള്ളം പോലും കൊടുക്കാതെ ഈ പ്രാകൃതമായ രൂപത്തിൽ വേട്ടയാടിയിട്ടുള്ള ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. പിണറായി വിജയൻ്റെ ഭരണത്തിൽ ഇത് തുറന്നുകൊണ്ടേയിരിക്കും. കേരളം നമുക്ക് തലയൊക്കെ കുനിക്കാം, പക്ഷേ കേരളത്തിൽ ഇത് തുടരും. ഈ പോലീസുകാർ ഈ സ്ത്രീയുടെ ശരീരം വസ്ത്രം പോലും ഊരിച്ചിട്ട് ശരീരം പരിശോധിച്ചു എന്നാണ് പറയുന്നത്. അതായത് ആ സ്ത്രീ പൂർണ്ണമായി പറയാത്തത് കൊണ്ടായിരിക്കണം എന്ന് അത്ര പറഞ്ഞത്. കാരണം ഒരു സ്ത്രീയുടെ മാനത്തെ വ്യഭിചരിച്ചത് കൊണ്ടാണ്, മാനത്തെ കമ്പിളിപ്പിച്ച് ചീന്തിക്കൊണ്ടാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാർ പ്രവർത്തിച്ചത്. ഇതൊക്കെ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ നിർദ്ദേശപ്രകാരം P ശശി കൊടുക്കുന്ന നിർദ്ദേശങ്ങൾക്ക് പ്രകാരം പല പോലീസ് സ്റ്റേഷനിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും പുറത്തു വരാത്തതാണ്. ഈ സ്ത്രീ ധൈര്യപൂർവ്വം പുറത്ത് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഇത് പുറത്തു വന്നിരിക്കുന്നത്. നമുക്കറിയാലോ, ഇതൊക്കെ തന്നെ ഒരു തുടരും എന്ന സിനിമ നിർമ്മിച്ച ആ തിരക്കഥ എഴുതിയ ആൾക്ക് കേരളത്തിലെ പോലീസിനെക്കുറിച്ച്, പിണറായി വിജയൻ്റെ ഭരണത്തിലെ പോലീസിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീയെ നഗ്നയാക്കി ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ് വരുന്നത്? പിണറായി വിജയനാണ്, P ശശിക്കാണ്. പോലീസിനെ നേരിട്ട് നിയന്ത്രിക്കുന്ന P ശശിക്കാണ്. കസ്റ്റഡി മരണങ്ങൾ ഈ ഭരണകാലത്ത് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അതിനൊന്നും ആരും മിണ്ടാനില്ല എന്നുള്ളതാണ് ഏറ്റവും അധികം ദുഃഖകരമായ കാര്യം. ഈ സംഭവം തന്നെ ആളിക്കത്തേണ്ട പ്രതിഷേധമാണ്. എവിടെ പ്രതിഷേധം? എവിടെയും പ്രതിഷേധമില്ല. കാരണം പ്രതിപക്ഷം ശക്തമായി ഇതിനെതിരെ ശക്തമായ പോരാട്ടം നടത്തണം. P ശശിയെ താഴെ ഇറക്കാൻ ഇതിലപ്പുറം അവസരം ഉണ്ടാവില്ല. യഥാർത്ഥത്തിൽ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ വിഷയങ്ങളാണ്. ഈ രാഷ്ട്രീയ വിഷയങ്ങളിലൊക്കെ നമ്മുടെ നാട്ടിലെ പൊതുജനം പോലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിശബ്ദമായി പോകുന്നുണ്ട്. അല്ല, നിശബ്ദമായി പോകുന്നത് എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന് അപ്പം തന്നെ കള്ളക്കേസ് എടുത്ത് അറസ്റ്റ് ചെയ്ത് എല്ലാവരെയും അകത്താക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്, പ്രതികാരം തീർക്കാനുള്ള. പക്ഷെ പ്രതിപക്ഷം എന്തുകൊണ്ടാണ് മുൻകൈ എടുത്തിട്ട് ഇതിനെതിരെ പോരാട്ടത്ത്? BJP ഉണ്ടല്ലോ, കോൺഗ്രസും ഉണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനത്തെ? അവരെ കണ്ടിട്ട് എനിക്ക് ലജ്ജിച്ച തലഴ്ത്തുകയാണ്. ഇതൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഭരണകാലത്താണെങ്കിൽ ഇവിടെ കത്തിക്കുമായിരുന്നു സെക്രട്ടേറിയറ്റ്.